സ്വർണ്ണത്തിൽ കുറെ കാലം തിളച്ചതും തിളപ്പിച്ചതുമൊക്കെയാണ്. ഇടയ്ക്ക് തിളയൊക്കെ ഒന്ന് നിന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും തിളപ്പിക്കാനായിരിക്കണം പ്രധാനമന്ത്രി ഇന്നലെ ആ വാക്ക് അത് ബോധപൂർവം തന്നെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചതായിട്ടാണ് എനിക്ക് ആ പ്രസംഗം കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ. സ്വർണ്ണക്കടത്ത് കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പോലും പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ടാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ പങ്കാളിത്തം സംബന്ധിച്ചാണ് എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയ വിവാദമാക്കി ഡെവലപ്പ് ചെയ്തത് CPIM-ഉം കോൺഗ്രസും തന്നെയാണ്. ഇന്ന് വന്ന പ്രതികരണങ്ങൾ, അതിൽ ആദ്യം വന്നത് മന്ത്രി കെ രാജനാണ്. മന്ത്രി കെ രാജൻ വന്നിട്ട് ഇന്ന് ചോദിച്ചത് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണ്, ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എന്ത് കിട്ടി, ഇത് സർക്കാരിന്റെ ഏതെങ്കിലും ഓഫീസ് എന്ന് പോലും പ്രധാനമന്ത്രി പറഞ്ഞില്ല. പക്ഷേ അത് എറിഞ്ഞിട്ട് പിടിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. പ്രധാനമന്ത്രി ചെയ്തത് അതുതന്നെയാണ്. 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കടത്ത് കേസ്, അതിന്റെ അന്വേഷണം ഒരുപക്ഷെ മുറുക്കുമായിരിക്കാം. അതിനോടനുബന്ധിച്ചത് രാഷ്ട്രീയ വിഷയമാക്കി പ്രചാരണം നടത്താനായിട്ടുള്ള ഒരു തുടക്കമാണ് പ്രധാനമന്ത്രി ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് കേരളത്തിന് എന്ത് ഗ്യാരണ്ടി കിട്ടി, എന്ത് നേട്ടമുണ്ടായി എന്നൊക്കെ പറയുന്നതിനേക്കാളും ഈ ഒരു തലക്കെട്ടിലേക്ക് മാധ്യമങ്ങൾ പോലും കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ ആ പ്രസംഗം കഴിയുമ്പോൾ. ആ 41 മിനിറ്റിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് മതി ഈ ഒരു വാചകം പറഞ്ഞു തീർക്കാൻ, അതിന്റെ പരിഭാഷയടക്കം. പക്ഷേ ആ ഒറ്റ വാചകം പത്രങ്ങളുടെയൊക്കെ പ്രധാന തലക്കെട്ടായി, ചില പത്രങ്ങളുടെയൊക്കെ വലിയ അക്ഷരത്തിലുള്ള തലക്കെട്ടാണ് സ്വർണ്ണക്കടത്ത് കേസ്. അപ്പോൾ അങ്ങനെ സ്വർണ്ണക്കടത്തിലേക്ക് ഒരു പാരഡിം ഷിഫ്റ്റ് കൊണ്ടുവരാനായി കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ എന്നത് ഒരു വസ്തുതയാണ്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് പറഞ്ഞതിനേക്കാൾ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് ചർച്ചയായിട്ടുണ്ടെങ്കിൽ, മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കാണ് ആവർത്തിച്ച് പറഞ്ഞത്, ആ ആവർത്തിച്ച് പറഞ്ഞതിനേക്കാൾ സ്വർണ്ണക്കടത്ത് കേസ് ഇന്ന് ചർച്ചയായിട്ടുണ്ടെങ്കിൽ ഇരു മുന്നണികളും, BJP മാത്രമല്ല മറ്റ് കോൺഗ്രസ് ആയാലും CPIM ആയാലും UDF ആയാലും LDF ആയാലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ പ്രതികരണങ്ങൾ. ഇന്ന് VD സതീശൻ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് നടന്ന ഓഫീസ് അത് ഏതാണ് എന്ന് എല്ലാവർക്കും അറിയാം, അപ്പോൾ പ്രധാനമന്ത്രിക്കും അറിയാം, അന്വേഷണ ഏജൻസികൾക്കും അറിയാം, എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ റെയ്ഡ് ചെയ്യാത്തത്, അല്ലെങ്കിൽ അവിടേക്ക് എന്താണ് അന്വേഷണം എത്താത്തതെന്ന് VD സതീശൻ ചോദിച്ച ചോദ്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കും. പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന്റെ ഒരു ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഇതിലേക്ക് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ശ്രമമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ വന്നുപോയത്, അതൊക്കെ നമ്മൾ കണ്ടതാണ്. 5 ഏജൻസികളെങ്കിലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നതിനായി വന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഇത് തണുക്കുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് സ്വർണ്ണക്കടത്ത് സംബന്ധിച്ചുള്ള വാർത്തകൾ. 2020-21 കാലഘട്ടത്തിലെ ചൂടോ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കോ ഒന്നും പിന്നീട് അങ്ങോട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും വന്നു പോകുന്നുണ്ട് എന്നത് മാത്രമാണ്. ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുണ്ട്, ഡോളർ കടത്തുണ്ട്, വിദേശ നാണ്യവിനിമയ ചട്ടലംഘനമുണ്ട്. ഇതൊക്കെ എത്ര വിപുലമായി, എത്ര കാര്യമായി ഉപയോഗിക്കാമായിരുന്നു. പ്രധാനമന്ത്രി പറയുന്നത് പോട്ടെ, അതിനു മുൻപ് BJPയുടെ നേതാക്കൾക്കായാലും ഒക്കെ ഇത് തുടർച്ചയായി ഉപയോഗിക്കാമായിരുന്നല്ലോ. അപ്പോൾ അവർ എന്തുകൊണ്ട് അതിൽ മിണ്ടാതിരുന്നു എന്ന ചോദ്യം തിരിച്ച് ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. ആ ചോദ്യത്തിനും അവിടെ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നടപടി പ്രതികൾക്ക് പിഴ ചുമത്തി എന്നുള്ളതാണ്. 6 കോടി രൂപ സ്വപ്ന സുരേഷിന് ചുമത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് അങ്ങനെ പിഴ ചുമത്തിയിരിക്കുന്ന ഒരു നടപടി അതിൽ ഉണ്ടായിട്ടുണ്ട്. സ്വപ്ന സുരേഷ്, എം ശിവശങ്കർ, PS സരിത്ത്, സന്ദീപ് നായർ, KT റമീസ്, UAE കോൺസുലേറ്റിന്റെ മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മേയി, ഇത്രയും പേരുടെ ഈ പേരുകളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ എത്ര തവണ പറഞ്ഞ് അങ്ങനെ പോയതാണ്. 44 പ്രതികളാണുള്ളത്. ഈ 2020 ജൂലൈ 5 തിരുവനന്തപുരത്ത് ഈ കാർഗോ കോംപ്ലക്സിൽ നിന്ന് കസ്റ്റംസ് സ്വർണം പിടിച്ചു എന്നുള്ള ആ ഒറ്റ വാർത്ത തൊട്ട് വാർത്തകളുടെ ഒരു കുത്തൊഴുക്ക് സൃഷ്ടിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിലെന്ത് കണ്ടെത്തി? അല്ലെ ഈ പറയുന്ന ഈ ഓഫീസ് അതേതാണ് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് സ്ഥാപിക്കാൻ, അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ എം ശിവശങ്കറിന്റെ ഒരു അറസ്റ്റ് അല്ലാതെ കൃത്യമായി ആ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതായിരിക്കും എന്താണ് തിളയ്ക്കുമോ? ഇപ്പോൾ തിളയ്ക്കുകയാണ്, തിളപ്പിച്ച് കഴിഞ്ഞു. തിളയ്ക്കാനായി അടുപ്പത്തേക്ക് വെച്ച് അടുപ്പ് കൂട്ടി അതിലേക്ക് നല്ല കത്തുന്ന വിറക് കഷണം, ചിലപ്പോൾ ഉജ്ജൽ ഗ്യാസ് ആയിരിക്കും, അപ്പോൾ അതെടുത്ത് വെച്ച് കൃത്യമായി തിളപ്പിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി ശ്രമിച്ചതെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിനിപ്പോൾ നമ്മളല്ല എന്ന് പറഞ്ഞാൽ അല്ലാതാകില്ല. സ്വർണ്ണക്കടത്ത് കേസ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി നിൽക്കുകയാണ്. അന്ന് പിടിച്ച 30 കിലോ സ്വർണം, അത് മാത്രമല്ല 2019-നും 2020 ആദ്യ പാദത്തിനുമിടയിൽ പലതവണ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തി. അതിനൊക്കെയുള്ള രാഷ്ട്രീയ മറുപടികൾ ഈ ഉന്നയിച്ച ആളുകൾ, അതായത് പ്രധാനമന്ത്രിയുടെ പാർട്ടി തന്നെ പറയേണ്ട ഒരു സാഹചര്യം അവിടെ പ്രധാനമന്ത്രി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കാരണം സ്വർണ്ണക്കടത്ത് കേസ് ഒരു പുകമറയിൽ പെട്ട് നിൽക്കുന്നു എന്ന ഒരു സംശയം സ്വാഭാവികമായും ഉയരുന്ന ഒന്നാണ്. നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അതേക്കുറിച്ച് കൂടുതൽ പറയാനുമുണ്ടാകും. അപ്പോൾ ഈ വിഷയം പൊടി തട്ടിയെടുത്തതിലൂടെ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ഈ കേസിൽ ഒരുപക്ഷേ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഞാനിവിടെ കാണുന്നുണ്ട്. ശരി, MP നികേഷ് കുമാർ. Meet the editors.